നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലഡു ആണ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ടും ചേർത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്. അതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സ്, വാൾനട്ട്സ്, ബദാം, പിസ്ത, അതുപോലെ തന്നെ നമ്മുടെ പീനട്ട്, പിന്നെ കുറച്ച് റൈസിൻസും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ഇതിൽ ചേർക്കാം. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈന്തപ്പഴം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും, അതുപോലെ ഹാർഡായിട്ടുള്ളതും കിട്ടും. അപ്പം ഹാർഡായിട്ടുള്ളതാണെങ്കിൽ കുറച്ചൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിത് നെയ്യിലൊക്കെ വഴറ്റി എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഹാർഡാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസിയാണ്. പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അവരെ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണത്. 1/4 കപ്പ് കടല തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പിസ്ത, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് ബദാം, 1/4 കപ്പ് വാൾനട്ട്, 1 ടേബിൾ സ്പൂൺ റേസിൻസ്, 1 ടീസ്പൂൺ പോപ്പി സീഡ്സ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യമായ നെയ്യ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബദാം, പിസ്ത, പീനട്ട്, കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ വാൾനട്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ എല്ലാം ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ഇപ്പം ബദാമിന്റെ തൊലിയോട് കൂടി ആയതുകൊണ്ട് ബദാമിനാണ് കുറച്ചൊന്ന് പൊടിഞ്ഞ്, അതായത് ക്രഷ് ആവാനുള്ള പ്രയാസം. ബദാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട്, അഥവാ പൊടിഞ്ഞാൻ തോന്നുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി അടുത്തത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈന്തപ്പഴം ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഈന്തപ്പഴവും അതുപോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടയായിട്ട് വരും. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. അതിലോട്ടൊരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പം ആദ്യം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് ഒരു 2 മിനിറ്റ് ആയി, ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പോപ്പി സീഡ്സ്, ഏലക്ക പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേറെ ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിതിങ്ങനെ ഒന്ന് മാറ്റുകയാണ്. ഇത് നമ്മൾ പിന്നെ ചൂടുണ്ട്, പക്ഷെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം, ഉരുട്ടിയെടുക്കണം.
ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, എന്നാലും ബാക്കിയുള്ള ഒരു നമുക്ക് ആവശ്യമായ വലുപ്പം എടുത്ത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയോട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൽ അഡീഷണൽ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.